കർണാടക സംസ്ഥാനത്തിൽ ഉത്തര കന്നഡ ജില്ലയിലാണ് സുബ്രഹ്മണ്യം എന്ന ഗ്രാമവും കൂക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രവും സ്ഥിതി ചെയ്യുന്നത്. കാടുകളും മലകളും നിറഞ്ഞ മേഖലയാണിത്. പണ്ട് ഈ പ്രദേശത്ത് കൂക്കെ എന്ന പേരിൽ ഒരു നഗരമുണ്ടായിരുന്നു അത്രേ. അതുകൊണ്ടാണ് കൂക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ നാഗപീഠത്തിനു മുകളിൽ മയിൽവാഹനത്തിലിരിക്കുന്ന സുബ്രഹ്മണ്യനാണ്. വടക്കുവശത്ത് ശിവക്ഷേത്രവും തെക്കുഭാഗത്ത് നരസിംഹക്ഷേത്രവുമുണ്ട്. താരകാസുരനെ നിഗ്രഹിച്ച സുബ്രഹ്മണ്യൻ പാപത്തിൽ നിന്നും മോചനം നേടാൻ വിവിധ സ്ഥലങ്ങളിൽ നിന്ന് ശിവലിംഗങ്ങൾ കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചുവെന്നാണ് ഐതിഹ്യം. ക്ഷേത്രവളപ്പിന് പുറത്താണ് ആദി സുബ്രഹ്മണ്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ വാസുകി തപസ് ചെയ്തതായി വിശ്വസിക്കപ്പെടുന്നു. ഈ ക്ഷേത്രത്തിലെ ശ്രീകോവിലിൽ ചിതൽപുറ്റുണ്ട്. ഈ പുറ്റാണ് ആദി സുബ്രഹ്മണ്യൻ അല്ലെങ്കിൽ മൂലസുബ്രഹ്മണ്യൻ എന്നാണ് വിശ്വാസം. പ്രധാന ക്ഷേത്രത്തിൽ പൂജാകർമ്മങ്ങൾ ചെയ്യുന്നതിനു മുമ്പ് ഇവിടെ നടത്തണമെന്നാണ് ആചാരം. ഈ രണ്ട് സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങളിലും ഭക്തർ ദർശനം നടത്തണമെന്നാണ് വിശ്വാസം. സുബ്രഹ്മണ്യം ഗ്രാമത്തിൽ നിന്നും ഏകദേശം 20 കിലോമീറ്റർ അകലെ 7 പത്തിയിലുള്ള സർപ്പത്തിന്റെ ആകൃതിയിൽ കുമാരപർവ്വതം സ്ഥിതി ചെയ്യുന്നു. ഈ പർവ്വതത്തിൽ നിന്നും കുമാരധാര എന്ന നദി ഉത്ഭവിക്കുന്നു. മലയുടെ മുകളിൽ 2 കാലടികളുള്ളത് സാക്ഷാൽ സുബ്രഹ്മണ്യത്തിന്റെ കാലടികൾ എന്നാണ് വിശ്വാസം. കൊടും കാട്ടിലൂടെയാണ് കുമാരപർവ്വതത്തിലേക്ക് എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ അങ്ങോട്ടുള്ള യാത്ര എളുപ്പമല്ല. താരകാസുരനെ വധിച്ച സുബ്രഹ്മണ്യൻ തന്റെ ശക്തിവാൾ ഇവിടുത്തെ ധാരയിൽ കഴുകി. കുമാരൻ വാൾ കഴുകിയ ധാര എന്നതിനാൽ കുമാരധാര എന്ന പേരിൽ അറിയപ്പെടുന്നുവെന്നാണ് വിശ്വാസം. ആശ്ലേഷ ബലിപൂജ, സർവസംസ്കാര എന്നിങ്ങനെ 2 പ്രധാനപ്പെട്ട പൂജകളാണ് കൂക്കെ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിനുള്ളത്. കൂക്കെയിലെ സുബ്രഹ്മണ്യൻ സർപ്പദോഷങ്ങളുടെ രക്ഷകനായാണ് കരുതപ്പെടുന്നത്.